ഹായ് ഗൈസ്, നിങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ശാല ബൈ സിൻറ്റിസിറ്റി, നിങ്ങളുടെ വെൽത്ത് പാർട്ട്ണർ. എൻ്റെ പേര് അനുജ് ആണ്. നിങ്ങൾ കാണുന്നത് മേസൺ സീരീസ് 21 പാസ് ഫോർ സ്യൂർ വീഡിയോകളാണ്. മേസൺ സീരീസിലെ 21 പരീക്ഷയാണ് ഇത്. ഫണ്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ വീഡിയോസ് ഞങ്ങൾ തയ്യാറാക്കുകയാണ്. ഇതുവരെ 6 അധ്യായങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. മേസൺ സീരീസ് 21 ആദ്യത്തെ 6 അടിസ്ഥാന അധ്യായങ്ങൾ. അടിസ്ഥാനമെന്ന് ഞാൻ പറയുന്നത് കാരണം ഫംസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയാണ് ഇത്. അതിൽ 7ാം അധ്യായം മുതൽ തുടങ്ങുകയാണ്. പോലും ഫംസയുടെ നിർവചനം പോലും 7ാം അധ്യായത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങൾ വളരെ അടിസ്ഥാനപരമാണ്. ഉദാഹരണത്തിന് ഇക്വിറ്റികളിലേക്കുള്ള നിക്ഷേപം, ഡെറ്റിലേക്കുള്ള നിക്ഷേപം, ഫിക്സ് ഇൻകമിൽ സെക്യൂരിറ്റികളിലേക്കുള്ള നിക്ഷേപം എങ്ങനെ നടക്കുന്നു, മ്യൂച്വൽ ഫണ്ടുകൾ, ഡെറിവേറ്റീവുകൾ, ഇവയാണ് ഞങ്ങൾ വളരെ നന്നായി ഉൾപ്പെടുത്തി പഠിപ്പിച്ചിരിക്കുന്ന ചില അധ്യായങ്ങൾ. ഇന്ന് ഞങ്ങൾ 7ാം അധ്യായം ഉൾപ്പെടുത്താനാണ് പോകുന്നത്. അതിനാൽ പോലും PMS. എന്താണ് PMS? പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അതും 7ാം അധ്യായത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. 7ാം അധ്യായം ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ മാനേജർമാരുടെ പങ്ക് എന്നതാണ്. ഇപ്പോൾ ഈ പട്ടികയുടെ സഹായത്തോടെ ഈ അധ്യായത്തിൽ നമ്മൾ എന്തെല്ലാം പഠിക്കാനാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അതിനാൽ 7ാം അധ്യായം പോർട്ട്ഫോളിയോ മാനേജർമാരുടെ പങ്ക്. ഈ അധ്യായം വായിച്ച ശേഷം വായനക്കാർക്ക് വിവിധ തരത്തിലുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ, ഇന്ത്യയിലെ PMS യുടെ ഓർഗനൈസേഷൻ ഘടന, ഒരു പോർട്ട്ഫോളിയോ മാനേജറുടെ രജിസ്ട്രേഷൻ ആവശ്യകതകൾ, പോർട്ട്ഫോളിയോ മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ, പോർട്ട്ഫോളിയോ മാനേജറുടെ അഡ്മിനിസ്ട്രേഷൻ, പോർട്ട്ഫോളിയോ മാനേജർമാർ പാലിക്കേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. മേസൺ സീരീസ് 21 PMS. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ 7ാം അധ്യായം പോർട്ട്ഫോളിയോ മാനേജർമാരുടെ പങ്ക്. ആദ്യം ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ മാനേജർമാരുടെ ഒരു അവലോകനം നോക്കാം. പറയപ്പെടുന്നത് പോലെ റിസ്ക്കും റിട്ടേണും ഒരു സാമ്പത്തിക നിക്ഷേപത്തിന്റെ 2 പ്രധാന ഘടകങ്ങളാണ്. നാം എപ്പോഴെങ്കിലും നിക്ഷേപം ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് എത്രയാണെന്ന് നോക്കുന്നു, അതിൻ്റെ റിട്ടേൺസിൻ്റെ സാധ്യതകൾ എത്രയാണെന്ന് വിലയിരുത്തുന്നു. സാധാരണയായി കാണുന്നത് റിസ്ക് കൂടുതലായാൽ റിട്ടേൺസും കൂടുതലായിരിക്കും. അർത്ഥം, നിങ്ങൾ എത്ര കൂടുതൽ റിസ്ക് എടുക്കുന്നു അത്ര കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്ന സാധ്യതയുണ്ട്. ഇവിടെയാണ് പോർട്ട്ഫോളിയോ മാനേജർ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. ക്ലയന്റുകൾക്ക് അനുയോജ്യമായ നിക്ഷേപ പരിഹാരങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഒരു പോർട്ട്ഫോളിയോ മാനേജർ നിങ്ങളുടെ വേണ്ടി ആസ്തികളുടെ ഒരു ബാസ്ക്കറ്റ് തിരഞ്ഞെടുക്കുന്നു. അത് റിസ്ക് കുറയ്ക്കാനും സഹായിക്കുന്നു. അർത്ഥം, അവൻ നിങ്ങളുടെ വേണ്ടി നിക്ഷേപ ഓപ്ഷനുകൾ, അതായത് റിസ്ക് കുറവായും റിട്ടേൺസിൻ്റെ സാധ്യതകൾ കൂടുതലായും ഉള്ള നിക്ഷേപ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. അതിനാൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നത് റിസ്ക് കുറയ്ക്കുകയും നിക്ഷേപത്തിന്റെ റിട്ടേൺ പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആസ്തികളുടെ ഒരു ബാസ്ക്കറ്റ് തിരഞ്ഞെടുക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിനാൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ നൽകണം എന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ പ്രത്യേക സെക്യൂരിറ്റിയിൽ എടുക്കുന്ന റിസ്ക് കുറഞ്ഞതായിരിക്കണമെന്നും അവൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റും പോർട്ട്ഫോളിയോ മാനേജർമാരും എന്താണ്, എങ്ങനെ അവർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നതും. ഒരു പോർട്ട്ഫോളിയോ മാനേജർ എന്നത് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ഇന്ത്യയിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റും പോർട്ട്ഫോളിയോ മാനേജർമാരും ഒരു കോർപ്പറേറ്റ് ബോഡിയായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതിനാൽ ഇന്ത്യയിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും, ഇന്ത്യയിലെ എല്ലാ പോർട്ട്ഫോളിയോ മാനേജർമാരും ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ഇവർ ക്ലയന്റുകളുമായി ഒരു കരാർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കുന്നു. അതിലൂടെ അവർ അവരുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നു. അവർ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജർമാരായിരിക്കാം, അല്ലെങ്കിൽ നോൺ ഡിസ്ക്രിഷണറി ആയിരിക്കാം. ഇവ രണ്ടും നാം ഈ അധ്യായത്തിൽ പിന്നീട് പഠിക്കും. പോർട്ട്ഫോളിയോ മാനേജർമാർക്ക് എന്താണ്? ഇന്ത്യയിലെ എല്ലാ പോർട്ട്ഫോളിയോ മാനേജർമാരും രജിസ്റ്റർ ചെയ്തതും റെഗുലേറ്റ് ചെയ്യപ്പെട്ടതുമാണ്. സെബി റെഗുലേഷൻസ് ആക്ട് 2020 പ്രകാരമാണ് ഇവർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും റെഗുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. സെബി ഗൈഡ്ലൈൻസ് പ്രകാരം പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ സെബി രജിസ്റ്റർ ചെയ്ത എൻറ്റിറ്റികൾ മാത്രമേ ഓഫർ ചെയ്യുകയുള്ളൂ. അതിനാൽ സെബിയുടെ കീഴിൽ പോർട്ട്ഫോളിയോ മാനേജറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണ് മാത്രം PMS സർവീസുകൾ നൽകാൻ അർഹരാവുന്നത്. PMS പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ വരാനും പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനും കഴിയുന്നത്. ഇന്ത്യയിൽ മറ്റാരും മറ്റേതെങ്കിലും മാനേജർ, പോർട്ട്ഫോളിയോ മാനേജർ, ബ്രോക്കർ, കമ്പനി, വ്യക്തി, RA ആരും PMS സർവീസുകൾ നൽകാൻ കഴിയില്ല, അവർ സെബിയുടെ കീഴിൽ പോർട്ട്ഫോളിയോ മാനേജറായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ നോക്കൂ, 1993 ജനുവരിയിൽ എന്താണ് സംഭവിച്ചത്? ഇത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളുടെ തുടക്കമായിരുന്നു. കാരണം സെബി, അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ്, 1993 ആദ്യമായി പോർട്ട്ഫോളിയോ മാനേജർമാരുടെ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ അതേ സമയത്ത് റെഗുലേറ്റർ അംഗീകരിച്ചിരുന്ന ചില റെഗുലേഷനുകളും ഇവയായിരുന്നു. ഇപ്പോൾ നോക്കാം, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾക്ക് ആവശ്യം എന്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ന് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ഇത്രയും ആവശ്യം എന്തുകൊണ്ടാണ്? പോർട്ട്ഫോളിയോ മാനേജർമാർക്ക് ആവശ്യം എന്തുകൊണ്ടാണ്? സെബി രജിസ്റ്റർ ചെയ്ത പോർട്ട്ഫോളിയോ മാനേജർമാർക്ക് ആവശ്യം എന്തുകൊണ്ടാണ്?
നമുക്ക് ഈ ടേബിൾ വഴി മനസ്സിലാക്കാം. ഏഷ്യ പസഫിക് വെൽത്ത് റിപ്പോർട്ട് 2017 പ്രകാരം ഏഷ്യ പസഫിക് മേഖല ഏറ്റവും കൂടുതൽ നെറ്റ് വർത്തുള്ള വ്യക്തികളെ ഉള്ളതായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏഷ്യ പസഫിക് മേഖലയിൽ വളരെ ഏറ്റവും ഉയർന്ന നെറ്റ് വർത്തുള്ള HNകൾ ഇവിടെ താമസിക്കുന്നു. അവരുടെ നിക്ഷേപ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് പോർട്ട്ഫോളിയോ മാനേജർമാർ ആവശ്യമുണ്ട്. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയാണ് ഏഷ്യ പസഫിക് മേഖലയിലെ 4ാമത്തെ വലിയ HN ജനസംഖ്യയ്ക്ക് വാസ്തലമായ രാജ്യം. അതിനാൽ ഏഷ്യ പസഫിക് മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ HNകളുടെ 4ാമത്തെ വലിയ ജനസംഖ്യയുണ്ട്. ഇവിടെ നിക്ഷേപത്തിന് ഇത്രയും വലിയ സാധ്യതയുണ്ട്. എല്ലാവരും നിക്ഷേപം നടത്തുകയും ചെയ്യുന്നു. റിപ്പോർട്ടിന്റെ പ്രകാരം ഇന്ത്യയിലെ HN ജനസംഖ്യയും സമ്പത്തും യഥാക്രമം 2015നും 2016നും ഇടയിൽ 9.6%-വും 10%-വും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ല വളർച്ചയാണ്. ഈ രീതിയിൽ നിങ്ങൾ ഈ വളർച്ചയെ നോക്കിയാൽ ക്ലയന്റുകളുടെ മൊത്തം എണ്ണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ഇവർക്ക് ക്ലയന്റുകളുടെ എണ്ണം 3 മടങ്ങ് വർദ്ധിച്ച് 46,000 നിന്ന് 1,49,002 ആയി മാർച്ച് അവസാനം എത്തി. 2015 മുതൽ 2019 വരെ ഈ 4 വർഷങ്ങളിൽ വളരെ വലിയ വളർച്ചയാണ് കണ്ടത്. HN ജനസംഖ്യയിൽ ഇത് തുടരെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യമാണ് മാനേജ്മെന്റിലുള്ള ആസ്തികൾ അഥവാ AUM. അതും വളരെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഈ പട്ടികയിലൂടെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ മാനേജർമാർ കൈകാര്യം ചെയ്യുന്ന ആസ്തികൾ AUM കാണാൻ കഴിയും. അതിനാൽ ഇടതുവശത്ത് നിങ്ങൾ കാണുമ്പോൾ ക്ലയന്റുകളുടെ എണ്ണം കാണാം. 2009 മുതൽ 2021 വരെ ആണ്. എങ്ങനെ ആകെ ഡിസ്ക്രിഷണറി പ്ലസ് നോൺ ഡിസ്ക്രിഷണറി അഡ്വൈസറി എന്നിങ്ങനെ കാണാം. എത്രയോ ആകെ 2009 കുറയ്ക്കുന്നതിൽ വെറും 64,000 നിക്ഷേപകരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് വളർന്ന് 1,87,000 ആയി. എങ്ങനെ ഈ നിക്ഷേപകരുടെ എണ്ണം ഇരട്ടിയായി വളർന്നുവെന്ന് കാണാം. ഇവിടെ നാം ആകെ AUM യെക്കുറിച്ച് സംസാരിച്ചാൽ എങ്ങനെയാണ് ഈ AUM 1000 കോടി രൂപയിൽ നിന്ന് കോടികളിൽ എത്തിയത് എന്ന് കാണാം. 2011 കുറയ്ക്കുക 12-ൽ AUM 5,16,000 കോടി രൂപയായിരുന്നു. അത് 2020 കുറയ്ക്കുക 21 20 ലക്ഷം കോടിയിലധികമായി വളർന്നു. ഇപ്പോൾ ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളുടെ തരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് നോക്കാം. പ്രൊവൈഡേഴ്സിന്റെ അടിസ്ഥാനത്തിൽ PMS ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെ. അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ നൽകുന്ന PMS, ബ്രോക്കർ ഹൗസുകളും ബ്രോക്കറേജ് ഹൗസുകളും നൽകുന്ന PMS, ബൂട്ടിക് ഇൻഡിപെൻഡന്റ് PMS, ഹൗസുകൾ നൽകുന്ന ബൂട്ടിക് PMS എന്നിവ. അതിനാൽ 3 തരത്തിലുള്ള PMS ഇവിടെ ലഭ്യമാണ്. ഇവയെ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഏത് ഉൽപ്പന്നങ്ങൾ ഏത് PMS-കൾ PMS-ലുണ്ടാകാം എന്ന് നോക്കാം. ഇക്വിറ്റി, ഫിക്സ്ഡ് ഇൻകം, കൊമോഡിറ്റി, മ്യൂച്വൽ ഫണ്ടുകൾ, മൾട്ടി ആസറ്റ് അടിസ്ഥാനമാക്കിയുള്ള PMS-കൾ ഉണ്ടാകാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷണറി സർവീസുകളെക്കുറിച്ച് സംസാരിക്കാം. വിവേചനാധികാരമുള്ള ഒരു പോർട്ട്ഫോളിയോ മാനേജർ ആരാണ്? ചെറിയ വിശദീകരണം നോക്കാം. നോക്കൂ, സെബി പോർട്ട്ഫോളിയോ മാനേജേഴ്സ് റെഗുലേഷൻ 2020 പ്രകാരം ഒരു ഡിസ്ക്രിപ്ഷനായി പോർട്ട്ഫോളിയോ മാനേജർ എന്നത് അർത്ഥമാക്കുന്നത് ഒരു പോർട്ട്ഫോളിയോ മാനേജർ ഒരു കോൺട്രാക്ട് പ്രകാരം പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതാണ്. അതായത് ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെന്റിലും ക്ലയന്റിന്റെ പോർട്ട്ഫോളിയോ സെക്യൂരിറ്റികളുടെ മാനേജ്മെന്റിലും ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ അവൻ ഉപയോഗിക്കാം. അതിനാൽ ഒരു ഫണ്ട് മാനേജറുടെ പൂർണ്ണമായ ഡിസ്ക്രിപ്ഷൻ അവനാണ്. എന്ത് വാങ്ങണം, എന്ത് വിൽക്കണം, എത്ര ട്രാൻസാക്ഷനുകൾ നടത്തണം എന്നതെല്ലാം അവനാണ് തീരുമാനിക്കുന്നത്. ഏത് സമയത്തും അവൻ വാങ്ങാനും എക്സിറ്റ് ചെയ്യാനും റീഡീം ചെയ്യാനും കഴിയും. എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളുടെയും മാനേജ്മെന്റിന്റെയും പോർട്ട്ഫോളിയോയുടെയും സെക്യൂരിറ്റീസിന്റെയും എല്ലാ തീരുമാനങ്ങളും ഒരു ഫണ്ട് മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഫണ്ട് മാനേജറുടെ മേലാണ്. പോർട്ട്ഫോളിയോയിലോ എന്ത് ചെയ്യണമെന്ന് ഫണ്ട് മാനേജർ തീരുമാനിക്കുന്നതെല്ലാം അവന്റെ വിവേചനാധികാരത്തിലാണ്. അതിനാൽ ഇവയെ ഡിസ്ക്രിഷണറി സർവീസസ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു വാക്കിൽ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജർമാർ. ഓരോ ഇൻവെസ്റ്ററുടെയും ഫണ്ട് വ്യക്തിഗതമായും സ്വതന്ത്രമായും ഈ പോർട്ട്ഫോളിയോ മാനേജർമാർ തന്നെ മാനേജ് ചെയ്യുന്നു. അതിനാൽ അവൻ മാത്രം ഒരു രീതിയിൽ വ്യക്തിഗതമായും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്നു. അതിനാൽ ഈ ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ മാനേജറോട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ കഴിയില്ല. എല്ലാം പോർട്ട്ഫോളിയോ മാനേജറുടെ വിവേചനാധികാരത്തിലാണ്. ഇപ്പോൾ നാം നോൺ ഡിസ്ക്രിപ്ഷണറി സർവീസുകളെയും നോൺ ഡിസ്ക്രിപ്ഷണറി പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനെയും കുറിച്ച് സംസാരിക്കാം. നോക്കൂ, വിവേചനാധികാരമില്ലാത്ത പോർട്ട്ഫോളിയോ മാനേജർമാർ ക്ലയന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നു. അതിനാൽ ക്ലയന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ പോർട്ട്ഫോളിയോകൾ നടത്തപ്പെടുന്നത്. അതിനാൽ പോർട്ട്ഫോളിയോകളിൽ പോർട്ട്ഫോളിയോ മാനേജർ, അതായത് പോർട്ട്ഫോളിയോ മാനേജർ തന്റെ തീരുമാനപ്രകാരം പ്രവർത്തിക്കില്ല. പൂർണ്ണമായും നിക്ഷേപകന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രവർത്തനം നടക്കൂ. നിക്ഷേപകരുടെ നിർദ്ദേശങ്ങൾ ക്ലയന്റ് നൽകിയ നിർദ്ദേശങ്ങൾ അതേപോലെ പിന്തുടരേണ്ടതായിരിക്കും. അതിനാൽ ഓരോ ഇടപാടിനും പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റുമായി ആലോചിക്കേണ്ടതുണ്ട്. പോർട്ട്ഫോളിയോ മാനേജർ തന്റെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും ഇടപാട് നടത്തുകയാണെങ്കിൽ, എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ, എത്ര സ്റ്റോക്കുകൾ എങ്കിലും ആയിരിക്കട്ടെ, ഒരു ഇടപാടിനും മുമ്പ് നിക്ഷേപകരുമായി ആലോചിക്കേണ്ടതായിരിക്കും.
ഏതെങ്കിലും തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് എന്ത് വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നിങ്ങനെയുള്ളവ. ഇവയെല്ലാം നിക്ഷേപകൻ്റെതാണ്. നിക്ഷേപകൻ അനുമതി നൽകുമ്പോഴേ നിങ്ങൾക്ക് ആ പ്രത്യേക പോർട്ട്ഫോളിയോയിലേക്ക് ഇടപാട് നടത്താൻ കഴിയൂ. അതിനാൽ ഇവയെ നോൺ ഡിസ്ക്രിഷണറി സർവീസുകൾ, നോൺ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസുകൾ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ഭാഗം അഡ്വൈസറി സർവീസുകളും ഉണ്ട്. നമുക്ക് അഡ്വൈസറി സർവീസുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. നോക്കൂ, അഡ്വൈസറി റോളിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത് എന്നാൽ പോർട്ട്ഫോളിയോ മാനേജർ ചെയ്യുന്നത് വെറും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയകൾ നിർദ്ദേശിക്കുന്നതാണ്. അവിടെ അവൻ ഒരു തീരുമാനവും സ്വയം എടുക്കാൻ കഴിയില്ല. അവൻ വെറും എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം എന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എന്നാൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഇൻവെസ്റ്ററാണ്. ഇൻവെസ്റ്റർ ആ നിർദ്ദേശം സ്വീകരിക്കാമോ ഇല്ലയോ എന്നത് അവൻ്റെ ഇഷ്ടമാണ്. ഇതിൽ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റർ തന്നെയാണ്. സാധാരണയായി ഈ തരത്തിലുള്ള സർവീസുകൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻറ്റുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. അവർക്ക് തങ്ങളുടെ പോർട്ട്ഫോളിയോ സ്വയം മാനേജ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. ഇതായിരുന്നു അഡ്വൈസറി സർവീസുകൾ. ഇപ്പോൾ ഇന്ത്യയിലെ PMS-യുടെ ഓർഗനൈസേഷണൽ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പോർട്ട്ഫോളിയോ മാനേജർ ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഇത് ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ക്ലയൻറ്റുകൾക്കായി അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലയൻറ്റുകൾക്ക് എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം എന്നതിനെക്കുറിച്ച് അഡ്വൈസ് നൽകുന്നു. നോൺ ഡിസ്ക്രിഷണറി അല്ലെങ്കിൽ സ്വയം വാങ്ങുകയും സ്വയം ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യുന്നു ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോയിൽ. അതിനാൽ ക്ലയൻറ്റിൻ്റെ ഫണ്ടുകളിൽ പോർട്ട്ഫോളിയോ സെക്യൂരിറ്റികളുടെ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനുമാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം. ബോഡി കോർപ്പറേറ്റ് എന്നതിൻ്റെ അർത്ഥം ഇതൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതിന് നിയമപരമായ ഒരു നിലനിൽപ്പുണ്ട്. അതിനാലാണ് ഇവിടെ വീണ്ടും ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ബോഡി കോർപ്പറേറ്റിന് നിയമപരമായ നിലനിൽപ്പുണ്ട്. ഇപ്പോൾ നാം ബോഡി കോർപ്പറേറ്റ് എന്താണെന്ന് നോക്കാം. കോർപ്പറേഷൻ എന്നത് ഇന്ത്യക്ക് പുറത്തു ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയെയും ഉൾക്കൊള്ളുന്നു, പക്ഷേ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇപ്പോൾ ഈ പട്ടികയുടെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം ബോഡി കോർപ്പറേറ്റിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്ന്. ബോഡി കോർപ്പറേറ്റ് എന്നും കോർപ്പറേഷൻ എന്നും ഇന്ത്യക്ക് പുറത്തു ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയെയും ഉൾക്കൊള്ളുന്നു, പക്ഷേ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇപ്പോൾ ഈ പട്ടികയുടെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം ഈ ബോഡി കോർപ്പറേറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നില്ല എന്ന്. PMS ആയി പ്രവർത്തിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കോർപ്പറേറ്റ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കോർപ്പറേറ്റ് സൊസൈറ്റിയും കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഈ കാര്യത്തിൽ വ്യക്തമാക്കിയ മറ്റ് ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റും. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ബോഡി കോർപ്പറേറ്റ് ഉൾപ്പെടുന്നത്. ഇപ്പോൾ നോക്കാം ഇവിടെ ഉൾപ്പെടുന്ന ബോഡി കോർപ്പറേറ്റുകൾ ഏവയാണെന്ന്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, വൺ പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനി, ലിമിറ്റഡ് കമ്പനി, പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ വിദേശ കമ്പനി പോലും ഇന്ത്യയിൽ പോർട്ട്ഫോളിയോ മാനേജറായി പ്രവർത്തിക്കാൻ കഴിയും. അതിനാൽ ബോഡി കോർപ്പറേറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ഒരു എൻറ്റിറ്റിയാണ്, വേറിട്ട നിയമപരമായ നിലയുള്ളത്. ഇത് രൂപീകരിക്കുന്ന വ്യക്തികളിൽ നിന്ന് വേറിട്ടാണ്. അതിനാൽ അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ നിയമപരമായ സ്ഥാനം ആസ്വദിക്കുന്നു. ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജറുടെ രജിസ്ട്രേഷൻ ആവശ്യതകളെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, ആക്ട് അനുസരിച്ച് പോർട്ട്ഫോളിയോ മാനേജർ നിങ്ങൾക്ക് ചില സർട്ടിഫിക്കേഷനും രജിസ്ട്രേഷനും എല്ലാവരുടെയും ഭാഗത്തു നിന്നും നിർബന്ധിതമാണ്. ആദ്യം എന്താണ് അപേക്ഷിതൻ? നിങ്ങൾക്ക് സെബിയിൽ നിന്ന് ലഭിക്കുന്ന ലൈസൻസ് നേടാൻ ചില സ്ഥിരമായ ആവശ്യകതകൾ ഉണ്ട്. അവ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഫോം A എന്ന് വിളിക്കുന്നത്. ഷെഡ്യൂൾ 1-ലെ ഫോം A. അപ്പോൾ ഈ ഫോം A എന്ന അപേക്ഷ നിങ്ങൾ സമർപ്പിക്കണം. ഈ ഫോമിലാണ് ഇപ്പോൾ നാം കാണാൻ പോകുന്ന വിവരങ്ങൾ. ഇവയാണ് സെബിയുടെ അനുസരണ പ്രകാരം പോർട്ട്ഫോളിയോ മാനേജർ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള രജിസ്ട്രേഷൻ ആവശ്യകതകൾ. നോക്കൂ, ആദ്യം വരുന്നത് അപേക്ഷകന്റെ വിശദവിവരങ്ങളാണ്. അതിൽ വിശദാംശങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങളുടെ അപേക്ഷകന്റെ പേര്, പാൻ നമ്പർ, വിലാസം, കറസ്പോണ്ടൻസ് വിലാസം, പ്രധാന ബിസിനസ് സ്ഥലം എന്നിവ എന്താണ്. അങ്ങനെ എല്ലാ വിവരങ്ങളും, ബ്രാഞ്ച് ഓഫീസ് വിലാസം, കോൺടാക്ട് പേഴ്സന്റെ പേര് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. അതിനുശേഷം ഓർഗനൈസേഷൻ ഘടന എന്താണ്. അതിനാൽ രജിസ്ട്രേഷൻ തേടുന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ, മെമ്മോറാണ്ടം, അസോസിയേഷൻ ആർട്ടിക്കിളുകൾ, പങ്കാളിത്ത കരാർ ഇവയുടെ എല്ലാ പകർപ്പുകളും ബോർഡ് റിസൊല്യൂഷന്റെ പകർപ്പും നിങ്ങൾക്ക് ഇവിടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കോർപ്പറേഷന്റെ തീയതിയും സ്ഥലവും ഇവിടെ നൽകേണ്ടതുണ്ട്. അപേക്ഷകന്റെ നിലയും സ്റ്റാറ്റസ് ഇവിടെ നൽകേണ്ടതുണ്ട്. അത് മാനേജ്മെന്റ് വ്യക്തിയാണ്. എല്ലാ പ്രൊമോട്ടർമാരുടെയും മുഴുവൻ വിവരങ്ങളും ഇവിടെ നൽകേണ്ടതുണ്ട്. പ്രിൻസിപ്പൽ ഓഫീസറുടെ ഈ പ്രത്യേക വിവരങ്ങൾ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അതിനുശേഷം നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ എല്ലാം, പ്രിൻസിപ്പൽ ബിസിനസ് സ്ഥലം എവിടെയാണ്, ഓഫീസ് സ്പേസ് എത്രയുണ്ട്, ഉപകരണങ്ങൾ, ഫർണിച്ചർ, കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ, ഡാറ്റ പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ സൗകര്യം എന്നിവയൊക്കെ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. 3 വർഷത്തേക്കുള്ള ബിസിനസ് പ്ലാൻ ഇതിൽ കാണിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബിസിനസിന്റെ ചരിത്രം, പ്രധാന സംഭവങ്ങൾ, ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്നിവ എന്തൊക്കെയാണ്. ഒരു നിർദ്ദേശിച്ച ബിസിനസ് പ്ലാൻ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. കൂടാതെ നിങ്ങൾ എങ്ങനെ ഇത് നേടാനാകും എന്നതിൻ്റെ മാർഗങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അടുത്ത 3 വർഷത്തേക്കുള്ള പ്രതീക്ഷിക്കുന്ന ലാഭം കൂടി കാണിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ലക്ഷ്യ ലാഭം എങ്ങനെയാണ്, എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെ ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഈ എല്ലാ വിവരങ്ങളും നിങ്ങൾ നൽകേണ്ടതായിരിക്കും. ഇപ്പോൾ ഫിനാൻഷ്യൽ വിവരങ്ങളിലേക്കാണ് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ ചോദ്യം വരാം.
നിങ്ങളുടെ മൂലധന ഘടനയെക്കുറിച്ച് ചോദിക്കും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഫ്രീ റിസർവുകൾ, നിലവിലെ വർഷത്തിന് മുമ്പുള്ള വർഷം, അതിനു മുമ്പുള്ള വർഷം, നിലവിലെ വർഷം എന്നിവയ്ക്കുള്ള ഫ്രീ റിസർവുകൾ. നിങ്ങളുടെ കൈവശം എത്ര ഫ്രീ റിസർവുകൾ ഉണ്ട്? അപേക്ഷകന്റെ നെറ്റ്വർത്തും കാണിക്കണം. റിസോഴ്സുകളുടെ വിനിയോഗം, പ്രധാന വരുമാന ഉറവിടങ്ങൾ എന്തൊക്കെയായിരുന്നു? നിങ്ങളുടെ മുൻകാലങ്ങളിൽ നെറ്റ് ലാഭം എത്രയായിരുന്നു? പ്രധാന ബാങ്കുകളുടെ വിശദാംശങ്ങളും ഓഡിറ്റർമാരുടെ വിശദാംശങ്ങളും സെബി ചോദിക്കും. മറ്റേതെങ്കിലും വിവരങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തീർപ്പാക്കിയതും പെൻഡന്റ് ആയതുമായ എല്ലാ തർക്കങ്ങളുടെ വിശദാംശങ്ങളും ഇവിടെ നൽകണം. അതിനാൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കേണ്ടതുണ്ട്. കമ്പനി നൽകുന്ന സേവനങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ മറ്റ് ഏതെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ നിങ്ങൾ മറയ്ക്കാൻ പാടില്ല. PMS ലൈസൻസിനെ കുറിച്ചെത്തുമ്പോൾ ഇന്ത്യയിൽ PMS ലൈസൻസ് നൽകുന്നതിൽ സെബി വളരെ കർശനമാണ്. ഇന്ത്യയിൽ ഏകദേശം 400 PMS ഹൗസുകളാണ് ഈ ലൈസൻസ് ഉള്ളത്. ഓരോ പാരാമീറ്ററും വളരെ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് സെബി ഈ ലൈസൻസ് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ എത്ര വലിയതാണ് എന്ന് നോക്കൂ. ഫോം A എന്നത് മുഴുവൻ ഓരോ വിശദാംശവും നിങ്ങൾ നൽകേണ്ടതായിരിക്കും. ലാഭകരതയിൽ നിന്ന് ബിസിനസ് പ്ലാൻ വരെയും അപേക്ഷിക്കുന്ന പോർട്ട്ഫോളിയോ മാനേജർ ഏതെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നതും ഉൾപ്പെടെ എല്ലാം പരിശോധിക്കും. അങ്ങനെ എല്ലാ പാരാമീറ്ററുകളും വിലയിരുത്തിയ ശേഷം മാത്രമാണ് സെബി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിന് ലൈസൻസ് നൽകുന്നത്. ഇവയാണ് സെബി ലൈസൻസ് അനുവദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നോക്കേണ്ടി വരും. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ, അതായത് സെബി നിങ്ങൾക്ക് ഒരു PMS ലൈസൻസ് നൽകുന്നതിന് മുമ്പ് എന്തെല്ലാം പരിശോധിക്കും എന്നത് നാം മനസ്സിലാക്കാം. അതിനാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്ന മുമ്പ് അപേക്ഷകൻ ഒരു ബോഡി കോർപ്പറേറ്റ് ആണെന്ന് റെഗുലേറ്റർ ഉറപ്പാക്കും. ആദ്യം അവൻ നോക്കും അപേക്ഷകൻ ബോഡി കോർപ്പറേറ്റ് ആണോ അല്ലയോ എന്ന്. അപേക്ഷകന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. അവനു ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ഓഫീസ് സ്പേസ്, ഉപകരണങ്ങൾ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ നടത്താൻ ആവശ്യമായ മുഴുവൻ മാൻപവർ എന്നിവ ശരിയായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നോക്കും. അപേക്ഷകൻ ഒരു കംപ്ലയൻസ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അവന് ഒരു പ്രിൻസിപ്പൽ ഓഫീസറും ഉണ്ടായിരിക്കണം. പ്രിൻസിപ്പൽ ഓഫീസർക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട ചില പ്രൊഫഷണൽ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അവർക്ക് ആവശ്യമായ യോഗ്യതകളും ബന്ധപ്പെട്ട നേസൻ സർട്ടിഫിക്കേഷനുകളും ഉണ്ടാകണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഓഫീസറും കംപ്ലയൻസ് ഓഫീസറും കൂടാതെ കുറഞ്ഞത് ഒരാൾ കൂടി ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റിയിലോ സ്ഥാപനത്തിലോ നിന്ന് ഗ്രാജുവേഷൻ നേടിയിരിക്കണം. ഇതിനു പുറമെ ഒരു വ്യക്തി കൂടി ഉണ്ടായിരിക്കണം. അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ ഡിഗ്രിയും കുറഞ്ഞത് 2 വർഷം സംബന്ധമായ സേവനങ്ങളിൽ, ഉദാഹരണത്തിന് പോർട്ട്ഫോളിയോ മാനേജർ, സ്റ്റോക്ക് ബ്രോക്കർ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ, ഫണ്ട് മാനേജർ തുടങ്ങിയവയിൽ അനുഭവം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. കൂടാതെ അപേക്ഷകൻ 5 കോടി രൂപയുടെ നെറ്റ് വർത്തിന്റെ ആവശ്യകതയും പാലിച്ചിരിക്കണം. അതിനാൽ ഈ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കുന്നതാണ് സെബി ലൈസൻസ് നൽകുന്നതിന് മുമ്പ്. ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജറുടെ പൊതുവായ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒരു പോർട്ട്ഫോളിയോ മാനേജർക്കു എന്തെല്ലാം ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകാം? അവർക്ക് ഏത് ഉത്തരവാദിത്വങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. വിവേചനാധികാരമുള്ള പോർട്ട്ഫോളിയോ മാനേജർ. ഡിസ്ക്രഷണറി എന്നത് നാം മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പോർട്ട്ഫോളിയോ മാനേജർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ട്. എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം, ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടത്തേണ്ടതാണോ എന്നതിൽ മുഴുവൻ അധികാരവും പോർട്ട്ഫോളിയോ മാനേജർക്കാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനാൽ ഡിസ്ക്രഷണറി പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യക്തിഗതമായും സ്വതന്ത്രമായും ക്ലയന്റിന്റെ ഫണ്ടുകൾ മാനേജ് ചെയ്യും. അതിനാൽ ക്ലയന്റിന്റെ ആവശ്യം ഇല്ലാതെ പോർട്ട്ഫോളിയോ മാനേജർ അവരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നു എന്നല്ല. ക്ലയന്റിന്റെ ആവശ്യം എന്താണോ അതനുസരിച്ചാണ് പോർട്ട്ഫോളിയോ മാനേജർ പ്രവർത്തിക്കുക. ഡിസ്ക്രഷണറി മാനേജർക്ക് ഇതുപോലെ ചെയ്യേണ്ടതുണ്ട്. അതേസമയം നോൺ ഡിസ്ക്രഷണറി പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫണ്ടുകൾ മാനേജ് ചെയ്യും. അപ്പോൾ നോൺ ഡിസ്ക്രഷണറി പോർട്ട്ഫോളിയോ മാനേജർ എന്തു ചെയ്യും? ഫണ്ടുകൾ ക്ലയന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാനേജ് ചെയ്യുന്നതാണ്. അതിനാൽ വളരെ വ്യക്തമായി ഈ ഉത്തരവാദിത്വം പോർട്ട്ഫോളിയോ മാനേജറുടെ കൈവല്ലേക്കാണ് എത്തുന്നത്. അതിനാൽ ഈ ചോദ്യം നിങ്ങൾക്ക് വരാം, പോർട്ട്ഫോളിയോ മാനേജറുടെ ഉത്തരവാദിത്വമാണോ ഇത്, ഡിസ്ക്രഷണറിയോ നോൺ ഡിസ്ക്രഷണറിയോ? അവൻ എങ്ങനെ പ്രവർത്തിക്കും? ഏതെങ്കിലും സമയത്തും പോർട്ട്ഫോളിയോ മാനേജർ 50 ലക്ഷം രൂപയ്ക്ക് താഴെ സ്വീകരിക്കില്ല. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളിൽ കുറഞ്ഞത് 50 ലക്ഷം രൂപയാണ് നിക്ഷേപം. 50 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ചെക്ക് പോർട്ട്ഫോളിയോ മാനേജർ ഒരിക്കലും സ്വീകരിക്കില്ല. അതിനാൽ പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഫിഡ്യൂഷറി ശേഷിയിൽ പ്രവർത്തിക്കണം. അതിനാൽ ഫിനാൻസ് നിയമങ്ങൾ പറയുന്നതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന്റെ ഫണ്ടുകൾ വിനിയോഗിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യും.
പോർട്ട്ഫോളിയോ മാനേജർ ക്ലയൻറ്റിൻ്റെ ഹോൾഡിംഗ്സും സെക്യൂരിറ്റീസും ഒരു പ്രത്യേക അക്കൗണ്ടിൽ വയ്ക്കും. കൂടാതെ പോർട്ട്ഫോളിയോ മാനേജർ ക്ലയൻറ്റിൻ്റെ ഫണ്ടുകൾ ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് നിലനിർത്തുന്ന പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കണം. പോർട്ട്ഫോളിയോ മാനേജർ ക്ലയൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് നേരിട്ടോ പരോക്ഷമായോ യാതൊരു ലാഭവും എടുക്കില്ല. പോർട്ട്ഫോളിയോ മാനേജർ ക്ലയൻറ്റിൻ്റെ പേരിൽ യാതൊരു ഫണ്ടും കടം എടുക്കുകയോ ക്ലയൻറ്റിൻ്റെ സെക്യൂരിറ്റീസുകൾ മൂന്നാം കക്ഷിക്ക് വായ്പ നൽകുകയോ ചെയ്യില്ല. അർത്ഥം, ഒരു ക്ലയൻറ്റിൻ്റെ പണം എടുത്ത് മറ്റൊരാളിന് നൽകാൻ പാടില്ല. അതിനാൽ ഈ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യരുത് എന്നത് ഒരു പോർട്ട്ഫോളിയോ മാനേജറുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റുകളും പോർട്ട്ഫോളിയോ മാനേജർക്ക് വളരെ വ്യക്തമായി അറിയേണ്ടതാണ്. കൂടാതെ ഇവ അവരുടെ പൊതുവായ ഉത്തരവാദിത്തങ്ങളാണ്. നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയുടെ ഭരണനിർവഹണം. പോർട്ട്ഫോളിയോ മാനേജർക്ക് ഒരു വിധത്തിൽ ഈ ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. അതായത് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുകയും ഫണ്ടുകൾ ശരിയായ രീതിയിൽ ഭരണനിർവഹണം ചെയ്യുകയും ചെയ്യണം. റെഗുലേറ്റർമാർ നിർദ്ദേശിക്കുന്ന റെഗുലേറ്റർ ഫ്രെയിംവർക്കിനുള്ളിൽ തന്നെ ഇത് ചെയ്യണം. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഫണ്ടുകൾ വിനിയോഗിക്കണം. അതിനാൽ 2 ജനപ്രിയ വധശിക്ഷാ മാതൃകകൾ ഉണ്ട്. 2 പ്രശസ്ത എക്സിക്യൂഷൻ മോഡലുകൾ ഉണ്ട്. ആദ്യത് ഫുൾ എക്സിക്യൂഷൻ ആണ്. അത് എന്നത് എല്ലാ ക്ലയൻറ്റുകൾക്കും ഒരുമിച്ച് ഒരേ സമയം ട്രേഡിംഗ് നടത്തുകയും അതിനുശേഷം വ്യക്തിഗത സെക്യൂരിറ്റികൾ ഓരോ ക്ലയൻറ്റിനും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, ഓരോ ക്ലയൻറ്റിൻ്റെ ഓരോ ഡിമാറ്റ് അക്കൗണ്ടിലേക്കും. അതിനാൽ പറയാനുള്ളത്, ബൾക്കായി സെക്യൂരിറ്റികൾ എടുത്ത് പിന്നീട് അവ അലോക്കേറ്റ് ചെയ്തുവെന്നതാണ്. രണ്ടാമത്തേത് ഓരോ ക്ലയൻറ്റിൻ്റെ പേരിൽ വേർതിരിച്ച് ട്രേഡിംഗ് നടത്തുന്നതാണ്, ഓരോരുത്തർക്കും പ്രത്യേകം ട്രേഡിംഗ്. ഇവയാണ് ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോയുടെ അഡ്മിനിസ്ട്രേഷൻ രീതികൾ. ഇപ്പോൾ നാം ഫണ്ടുകളുടെ പ്രീമേച്യൂർ വിഡ്രോവലിന് കാരണമാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കാണൂ, ചിലപ്പോൾ ക്ലയൻറ്റുകൾ മെച്യൂരിറ്റിക്ക് മുമ്പോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് അവസാനിക്കുന്നതിന് മുമ്പോ അവരുടെ പണം പിൻവലിക്കാൻ ശ്രമിക്കാം. അതിനാൽ ക്ലയൻറ്റും പോർട്ട്ഫോളിയോ മാനേജറും തമ്മിലുള്ള കരാറിൽ പറയുന്ന പ്രകാരം തന്നെ ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നതെന്തും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണം. പോർട്ട്ഫോളിയോ മാനേജറും ക്ലയൻറ്റും തമ്മിലുള്ള ഈ കരാറിൽ ഫണ്ടുകൾ നേരത്തെ പിൻവലിക്കുന്നതിനുള്ള നിബന്ധനകളും ഉൾപ്പെടുത്തണം. അതിനാൽ നിക്ഷേപ സമയത്ത് ഒരു നിക്ഷേപകൻ ഒപ്പിടുന്ന കരാറിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കും, ഫണ്ടുകൾ നേരത്തെ പിൻവലിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പിഴയോ ചാർജുകളോ ഉണ്ടാകുമെന്ന്. ഒരു പോർട്ട്ഫോളിയോ മാനേജർ അവരുടെ ക്ലയൻറ്റുകളുടെ നിക്ഷേപങ്ങളിൽ ലോക്ക് ഇൻ ഏർപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർക്ക് യാതൊരു വിധത്തിലും ഇത് ഏർപ്പെടുത്താൻ കഴിയില്ല. യാതൊരു പോർട്ട്ഫോളിയോ മാനേജറും നിങ്ങളെ നിങ്ങളുടെ പണം പിൻവലിക്കാൻ കഴിയില്ലെന്ന് പറയാൻ കഴിയില്ല. PNS സർക്കുലർ ഫെബ്രുവരി 13, 2020 പ്രകാരം പോർട്ട്ഫോളിയോ ക്ലയൻറ്റുകൾക്ക് അവരുടെ പോർട്ട്ഫോളിയോ റിഡീം ചെയ്യാൻ സാധിക്കും. എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യുന്നത് താഴെ പറയുന്ന രീതിയിലായിരിക്കും. അതിനാൽ ഈ ടേബിൾ വഴി വ്യക്തമാക്കിയിരിക്കുന്നത് നിക്ഷേപത്തിന്റെ ആദ്യ വർഷത്തിൽ പരമാവധി 3% വരെ റിഡീം ചെയ്യുന്ന തുകയ്ക്ക് ഈടാക്കും. അതായത് ഒരു വർഷം കഴിഞ്ഞ് മുമ്പ് പണം പിൻവലിച്ചാൽ 3% ചാർജ് ഉണ്ടാകും. 2ാം വർഷത്തിൽ പണം പിൻവലിച്ചാൽ 2% ചാർജ് ഉണ്ടാകും. 3ാം വർഷത്തിൽ പിൻവലിച്ചാൽ 1% ചാർജ് ഉണ്ടാകും. 3ാം വർഷം കഴിഞ്ഞാൽ ഇനി എക്സിറ്റ് ലോഡ് ഇല്ല. അതിനാൽ വളരെ വ്യക്തമായി NSMയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം, കാണൂ. മറക്കരുത്, പോർട്ട്ഫോളിയോ മാനേജർ എന്ന നിലയിൽ ഒരു മാനേജർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നത് നോക്കാം. നമ്മുടെ മുന്നിൽ ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന പട്ടികയുണ്ട്. അതിൽ പോർട്ട്ഫോളിയോ മാനേജർ എന്ത് ചെയ്യണം എന്ന് പറയുന്നു. മാനേജർ ചെയ്യേണ്ട ആദ്യത്തെ ഘട്ടം അവർ പറഞ്ഞത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നതാണ്. ഏതെങ്കിലും നിക്ഷേപകന്റെ പരാതികൾ വന്നാൽ പരാതി ലഭിച്ച തീയതിയിൽ നിന്ന് 1 മാസത്തിനുള്ളിൽ അതിന് പരിഹാരം കാണണം. കൂടാതെ സെബിയെ അതിൻ്റെ എണ്ണം സംബന്ധിച്ച് അറിയിക്കണം. ഏത് നിക്ഷേപകനായാലും അവരുടേതായ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ 1 മാസത്തിനുള്ളിൽ പരിഹരിച്ച് നൽകണം. അതിൻ്റെ മുഴുവൻ ഡാറ്റയും സെബിക്ക് അയക്കേണ്ടതുണ്ട്. പോർട്ട്ഫോളിയോ മാനേജർ എപ്പോഴും കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് പ്രവർത്തിക്കണം. കോഡ് ഓഫ് കണ്ടക്റ്റിന് പുറത്തായി അവൻ ഒന്നും ചെയ്യാൻ പാടില്ല. പോർട്ട്ഫോളിയോ മാനേജർമാർ ചെയ്യേണ്ടതെല്ലാം തങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ പരിധിക്കുള്ളിലായിരിക്കണം. മൂന്നാമതായി, പോർട്ട്ഫോളിയോ മാനേജർ ക്ലയൻറ്റ് ഹോൾഡിംഗുകളും സെക്യൂരിറ്റികളും സെപ്പറേറ്റ് അക്കൗണ്ട് പോർട്ട്ഫോളിയോയും വേർതിരിച്ച് കൈകാര്യം ചെയ്യണം. മാനേജർക്ക് വളരെ പ്രധാനമാണ് എല്ലാ ക്ലയൻറ്റുമാരുടെയും ഹോൾഡിംഗുകൾ സെപ്പറേറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത്. അഥവാ ഒരേ ഡിമാറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ എല്ലാം ചേർത്ത് വയ്ക്കരുത്. എല്ലാ ഹോൾഡിംഗുകളും വ്യത്യസ്ത അക്കൗണ്ടുകളിൽ തന്നെ സൂക്ഷിക്കണം. ഇത് നാം മുമ്പും കണ്ടതാണ്. പോർട്ട്ഫോളിയോ മാനേജർ ക്ലയൻറ്റുകളുടെ ഫണ്ടുകൾ സെപ്പറേറ്റ് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കും. അത് ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി നിലനിർത്തും. കൂടാതെ പോർട്ട്ഫോളിയോ മാനേജർ അതിൻ്റെ പരിധിയിൽ വരുന്ന സെക്യൂരിറ്റികളിൽ മാത്രമേ ഇടപാടുകൾ നടത്തൂ. ആ പരിധികൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യവസ്ഥകൾക്കുള്ളിലായിരിക്കും. കൂടാതെ പോർട്ട്ഫോളിയോ മാനേജർ അതനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. ഓരോ ക്ലയൻറ്റിൻ്റെയും ഫണ്ടുകൾ വേർതിരിച്ച് സൂക്ഷിക്കുകയും പോർട്ട്ഫോളിയോ മാനേജർ സെക്യൂരിറ്റികൾ തൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യും. അതായത് തൻ്റെ ഫണ്ടുകൾ വേറെയും ക്ലയൻറ്റുകളുടെ ഫണ്ടുകൾ വേറെയും സൂക്ഷിക്കും. കൂടാതെ
ക്ലയന്റുകളുടെ ഫണ്ടുകളും സെക്യൂരിറ്റികളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഉത്തരവാദിയുമാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ് ചെയ്യരുതാത്തത്? പോർട്ട്ഫോളിയോ മാനേജർ എന്താണ് ചെയ്യരുതാത്തത്? പോർട്ട്ഫോളിയോ മാനേജർ നേരിട്ടോ പരോക്ഷമായോ യാതൊരു ലാഭവും സ്വന്തമായി നേടാൻ പാടില്ല. ക്ലയന്റുകളുടെ ഫണ്ടുകളോ സെക്യൂരിറ്റികളോ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ നൽകിയതാണെങ്കിൽ ആ പണം നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് വായ്പയായി നൽകാനോ പോർട്ട്ഫോളിയോ മാനേജർക്ക് നേരിട്ടോ പരോക്ഷമായോ ലാഭം ലഭിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവൃത്തിയും നടത്താനോ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന്റെ പേരിൽ ഫണ്ടുകളോ സെക്യൂരിറ്റികളോ വായ്പയെടുക്കാൻ പാടില്ല. പോർട്ട്ഫോളിയോ മാനേജർ യാതൊരു ഫണ്ടും വായ്പയെടുക്കാൻ കഴിയില്ല. ക്ലയന്റിന്റെ പേരിലും പോർട്ട്ഫോളിയോ മാനേജർ സെക്യൂരിറ്റികൾ വായ്പയായി നൽകാൻ പാടില്ല. പോർട്ട്ഫോളിയോ മാനേജർക്ക് യാതൊരു സെക്യൂരിറ്റികളെയും ഫണ്ടുകളെയും മൂന്നാം കക്ഷിക്ക് വായ്പയായി നൽകാൻ പാടില്ല. സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസിൽ അനുവദിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴികെ, അതുപോലെ തന്നെ പണമേയും സെക്യൂരിറ്റികളും. പോർട്ട്ഫോളിയോ മാനേജർ സ്വീകരിച്ചിട്ടുള്ള പണവും സെക്യൂരിറ്റികളും അഗ്രിമെന്റിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ പോർട്ട്ഫോളിയോ മാനേജർ നിക്ഷേപിക്കുകയോ മാനേജ് ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളൂ. എന്ത് വ്യവസ്ഥകളാണോ അഗ്രിമെന്റിലോ പോർട്ട്ഫോളിയോ മാനേജറിലോ ഉള്ളത്, അതുപോലെ തന്നെ ക്ലയന്റുകളുമായി ഉള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് വ്യവസ്ഥകളും. ഏത് അഗ്രിമെന്റാണോ ഉണ്ടാകുന്നത് അതിന്റെ പരിധിക്കുള്ളിൽ മാത്രമേ ഒരു പോർട്ട്ഫോളിയോ മാനേജർ പ്രവർത്തിക്കൂ. അതിനു പുറമെ പോർട്ട്ഫോളിയോ മാനേജർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പോർട്ട്ഫോളിയോ മാനേജർക്ക് ലീവറേജ് എടുക്കാൻ പാടില്ല. അവൻ ലീവറേജ് പൊസിഷൻ എടുക്കാൻ കഴിയില്ല. ഇത് അങ്ങനെ അല്ല 1 ലക്ഷം രൂപയ്ക്ക് പകരം 5 ലക്ഷം രൂപയുടെ പൊസിഷൻ എടുത്തു എന്നോ, അല്ലെങ്കിൽ ഹൈ ഡെറിവേറ്റീവ്സിൽ വളരെ കൂടുതലായി ട്രേഡിംഗ് നടത്തി എന്നോ. അങ്ങനെ ചെയ്യാൻ അവൻ അബ്സല്യൂട്ട് ആയി പാടില്ല. കൂടാതെ പോർട്ട്ഫോളിയോ മാനേജർ മ്യൂച്വൽ ഫണ്ടിന്റെ ഡയറക്റ്റ് യൂണിറ്റുകളിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ അവിടെ ക്ലയന്റിനോട് ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച ഫീസ് ഈടാക്കാൻ അവനാവില്ല. കൂടാതെ ഒരു പോർട്ട്ഫോളിയോ മാനേജർക്ക് അവൻ ഈ ഫണ്ടുകളിൽ മാത്രമേ നിക്ഷേപം നടത്തൂ. അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിൽ മറ്റൊരു പോർട്ട്ഫോളിയോ മാനേജർ വഴി അഥവാ മറ്റൊരു PMSലേക്ക് അവന്റെ പണം മാറ്റിവെക്കരുത്. കൂടാതെ പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന്റെ ഫണ്ടുകൾ വിനിയോഗിക്കാതിരിക്കും. ഏത് അടിസ്ഥാനത്തിലാണ് എന്നാൽ മറ്റൊരു എന്റിറ്റിയുടെ ഉപദേശപ്രകാരം മറ്റൊരാൾ ഉപദേശം നൽകി എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങൾ കരാറിന്റെ പരിധിയിൽ തന്നെ പ്രവർത്തിക്കണം. ഇവയാണ് ഫണ്ട് മാനേജർ പാലിക്കേണ്ട ചില ചെയ്യരുതാത്ത കാര്യങ്ങൾ. ഇപ്പോൾ കസ്റ്റോഡിയൻ നിയമിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. പോർട്ട്ഫോളിയോ മാനേജറെ ഒഴികെ അവർ നൽകുന്നത് ഉപദേശ സേവനങ്ങൾ മാത്രമാണ്. പോർട്ട്ഫോളിയോ മാനേജർ നൽകുന്ന എക്സിക്യൂട്ടീവ് സേവനങ്ങൾ അല്ല. അത് ഒഴികെ ഓരോ പോർട്ട്ഫോളിയോ മാനേജരും താൻ കൈകാര്യം ചെയ്യുന്ന സെക്യൂരിറ്റികൾക്കായി ഒരു കസ്റ്റോഡിയനെ നിയമിക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഒരു കസ്റ്റോഡിയൻ നിർബന്ധമായും വേണം. കസ്റ്റോഡിയന്റെ വിശദാംശങ്ങൾ, ഉദാഹരണത്തിന് പേര്, വിലാസം, നിയമിച്ച തീയതി എന്നിവ എല്ലാം നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. നിങ്ങൾ റെഗുലേറ്ററിൽ നിന്ന് രജിസ്ട്രേഷൻ നേടുമ്പോൾ ചില രേഖകൾ സംരക്ഷിച്ചും വയ്ക്കേണ്ടതുണ്ട്. ഏത് രേഖകളാണ് സംരക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്കൗണ്ടിംഗ് കാലാവധിയുടെ അവസാനം ബാലൻസ് ഷീറ്റിന്റെ ഒരു പകർപ്പ് അവർ സൂക്ഷിക്കണം. ഒരു അക്കൗണ്ടിംഗ് കാലാവധിക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പകർപ്പും സൂക്ഷിക്കണം. ഫണ്ട് മാനേജർക്ക് ഒരു അക്കൗണ്ടിംഗ് കാലാവധിക്കുള്ള ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഫിനാൻഷ്യൽ പൊസിഷന്റെ സ്റ്റേറ്റ്മെന്റ്, ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഇടപാടിനെയും ശുപാർശകളെയും പിന്തുണയ്ക്കുന്ന രേഖകൾ എന്നിവയും സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ നൽകിയതെല്ലാം നിങ്ങൾ രേഖകളിൽ സൂക്ഷിക്കണം. ഏത് സമയത്തും ഏതെങ്കിലും സെക്യൂരിറ്റീസ് വാങ്ങാൻ എന്താണ് ലെജിക് ആയിരുന്നത് എന്നതും നിങ്ങൾ രേഖകളിൽ സൂക്ഷിക്കണം. ഇപ്പോൾ നാം കംപ്ലയൻസ് ഓഫീസറെ നിയമിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. കംപ്ലയൻസ് ഓഫീസറെ നിയമിക്കുന്നത് നിർബന്ധമാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾക്കായി കംപ്ലയൻസ് ഓഫീസറെ നിയമിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഓരോ പോർട്ട്ഫോളിയോ മാനേജരും ഒരു കംപ്ലയൻസ് ഓഫീസറെ നിയമിക്കണം. ആ വ്യക്തി ആക്ട്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻ, ഗൈഡ് ലൈനുകൾ എന്നിവയുടെ കംപ്ലയൻസ് നിരീക്ഷിക്കുന്നതിന് ഉത്തരവാദിയായിരിക്കും. സെബി സമയാനുസരണം സെബിയും കേന്ദ്ര സർക്കാരും നിക്ഷേപകരുടെ വേണ്ടി കൊണ്ടുവരുന്ന എല്ലാ കംപ്ലയൻസ്, റൂൾസ്, റെഗുലേഷൻസ് എന്നിവയുടെ പാലനം ഉറപ്പാക്കേണ്ടത് ഈ ഓഫീസറുടെ ഉത്തരവാദിത്വമാണ്. അവൾ ഈ കംപ്ലയൻസുകൾ പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കണം. കൂടാതെ കംപ്ലയൻസ് ഓഫീസർ ഉടൻ തന്നെ സെബിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള അനുസരണക്കേട് കണ്ടെത്തിയാൽ ക്യാഷ് കടം മുഴുവൻ അധ്യായത്തിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ നാം ചില സാമ്പിൾ ചോദ്യങ്ങൾ നോക്കാം. നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? നാം വളരെ വ്യക്തമായി കണ്ടത് സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് ആക്ട് 2020 ആണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾക്കായി അപ്പോൾ ചോദ്യങ്ങളിൽ 1993, 99, 2000 എന്നിവയും ഉണ്ട്. എന്നാൽ നമുക്ക് നേരിട്ട് സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് 2020 ആണ് ഉത്തരം. റെഗുലേഷൻസ് സംബന്ധിച്ചുള്ള ചോദ്യമുണ്ടെങ്കിൽ ഇന്ത്യയിലെ PMS നിയന്ത്രിക്കുന്നത് സെബി പോർട്ട്ഫോളിയോ മാനേജർ ആണെന്നതാണ് ലളിതമായ ഉത്തരം.
റെഗുലേഷൻസ് 2020 എന്നത് ഒരു വിശാലമായ രൂപരേഖയാണ്. അതിൽ പോർട്ട്ഫോളിയോ മാനേജർ ഉപഭോക്താവിനായി നിക്ഷേപിക്കാൻ കഴിയുന്ന സെക്യൂരിറ്റികളും അനുമതിയുള്ള ഇൻസ്ട്രുമെന്റുകളും ഉൾപ്പെടുന്നു. കൂടാതെ ക്ലയന്റുകളുടെയും സെക്യൂരിറ്റികളുടെയും പ്രത്യേക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഇത്. അപ്പോൾ ഇത് എന്താണ്? ഇവയിൽ ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫൈൽ ഉണ്ട്. അതിനാൽ ഉത്തരം ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ചാണ്. ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് എന്നത് എന്താണ്? അടിസ്ഥാനത്തിൽ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്ന സെക്യൂരിറ്റികൾക്കും അനുമതിയുള്ള ഇൻസ്ട്രുമെന്റുകൾക്കും ഉള്ള ഔട്ട്ലൈൻ ആണ് ഇത്. പോർട്ട്ഫോളിയോ മാനേജർ തന്റെ ക്ലയന്റുകൾക്ക് വേണ്ടി ഏത് തരത്തിലുള്ള സെക്യൂരിറ്റികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏത് ഇൻസ്ട്രുമെന്റുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഇതിൽ പറയുന്നത്. ഇത് മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് സമീപനത്തിന്റെ ഭാഗമായാണ് വരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തെ ഒഴികെ ഓരോ പോർട്ട്ഫോളിയോ മാനേജരും അവരുടെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി ഒരു കസ്റ്റോഡിയനെ നിയമിക്കേണ്ടതുണ്ട്. അതിനാൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ അഡ്വൈസറി സർവീസുകൾ ഒഴികെ എല്ലാ പോർട്ട്ഫോളിയോ മാനേജർമാർക്കും കസ്റ്റോഡിയനെ നിയമിക്കുന്നത് നിർബന്ധമാണ്. അതായത് അഡ്വൈസറി സർവീസുകൾ ഒഴികെ ഡിസ്ക്രിഷണറി, നോൺ ഡിസ്ക്രിഷണറി എന്നിവയിലൊക്കെ പോർട്ട്ഫോളിയോ മാനേജർമാർക്ക് കസ്റ്റോഡിയനെ നിയമിക്കേണ്ടത് നിർബന്ധമാണ്. പോർട്ട്ഫോളിയോ മാനേജേഴ്സ് റെഗുലേഷൻ ആക്ട് 2020 പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ആവശ്യകതകൾ ഇവയാണ്. അപേക്ഷകൻ ബോഡി കോർപ്പറേറ്റ് ആയിരിക്കണം. അപേക്ഷകന് പോർട്ട്ഫോളിയോ മാനേജറുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, മതിയായ ഓഫീസ് സ്പേസ്, ഉപകരണങ്ങൾ, മാൻപവർ ഉണ്ടായിരിക്കണം. അപേക്ഷകൻ കോംപ്ലയൻസ് ഓഫീസറെ നിയമിച്ചിരിക്കണം. മുകളിൽ പറഞ്ഞ ആവശ്യകതകൾ പാലിക്കണം. അങ്ങനെ നാം കണ്ടതുപോലെ സെബി പോർട്ട്ഫോളിയോ റെഗുലേഷൻസ് ആക്ട് 2020 പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിനുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന്. ഇതിന്റെ ഭാഗമായി അപേക്ഷകൻ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിരിക്കണം. ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, ഓഫീസ് സ്പേസ്, ഉപകരണങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം. കൂടാതെ അപേക്ഷകൻ ഒരു കോംപ്ലയൻസ് ഓഫീസറെ നിയമിക്കേണ്ടതുമാണ്. അതിനാൽ ഉത്തരം മുകളിൽ പറഞ്ഞവയൊക്കെയും എന്നതായിരിക്കും. അഞ്ചാമത്തെ ചോദ്യം, പോർട്ട്ഫോളിയോ മാനേജർ ഫണ്ട് ക്ലയന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാനേജ് ചെയ്യുന്നു. വളരെ വ്യക്തമായി നമ്മൾ ചിന്തിച്ചാൽ ക്ലയന്റിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുന്നത് ഒരു നോൺ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജർ ആയിരിക്കും. ഡിസ്ക്രിഷണറി കേസിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ മുഴുവൻ അധികാരവും ഫണ്ട് മാനേജറിനാണ്. നോൺ ഡിസ്ക്രിഷണറി കേസിൽ പോർട്ട്ഫോളിയോ മാനേജർ ഫണ്ട് ക്ലയന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ മാനേജ് ചെയ്യൂ. അപ്പോൾ ഗൈസ്, ഈ ചാപ്റ്ററിൽ നിന്നുള്ളത് ഇത്രയേറെ മാത്രമാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ സീരീസ് 21 മറ്റ് ആദ്യ ചാപ്റ്ററുകൾ കാണാൻ ഞങ്ങളുടെ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം. വളരെ നന്ദി.